രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതേ ഓർമ്മയുള്ളൂ. കത്തിയെടുത്ത് കുത്തുന്നത് പോലത്തെ ഒരു വേദന. പടച്ചോനെ, എന്നെ ദൈവം ശിക്ഷിക്കുകയാണോ? ഇതൊന്നും ദൈവശിക്ഷയൊന്നുമല്ല. പ്ലാന്റാർ ഫാഷൈറ്റിസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു കംപ്ലൈൻ്റാണ്. ഇന്ന് ഇതിലുള്ള ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പൊക്കെ ഉള്ളതിനേക്കാളും ഒരുപാട് കൂടുതലാണ്. കാലിൻ്റെ അടിയിലായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ബാൻഡ് ഉണ്ട്. ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു ഇതിങ്ങനെ അവിടെ വെച്ചിട്ടുള്ളൊരു ബാൻഡ് പോലെ പ്രവർത്തിക്കുന്നൊരു സംഭവം, ഒരു റോപ്പ് പോലെ നല്ലൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ മുടുക്കിയിട്ട് താഴോട്ട് പോകാൻ വേണ്ടി പിടിച്ചു നിർത്തുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലാന്റാർ ഫാസിയ എന്നുള്ളത്. അതിങ്ങനെ ഓവർ സ്ട്രെച്ച് ആകുക, വലിഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിന് ഇറിറ്റേഷൻ, പൊള്ളിച്ചതുപോലെ ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുതികാലിൽ വേദന തുടങ്ങും. വളരെ പഴകിയ ഒരു റബ്ബർ ബാൻഡ് പോലെ അത് നമ്മൾ കാലിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നൊരു അവസ്ഥ. ഏതൊക്കെ ആൾക്കാരിലാണ് ഇത് കാണുന്നത്? ഒന്ന് ഭാരം കൂടിയ ആൾക്കാർ, പിന്നെ സ്ഥിരമായിട്ട് നിന്ന് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ശരിയായ രീതിയിലല്ലാതെ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവർ, പിന്നെ ഫ്ലാറ്റ് സ്ലിപ്പേഴ്സ് എന്ന് പറയും, പിന്നെ ചെരുപ്പിടാതെ ബെയർ ഫൂട്ടിൽ നടക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അതിങ്ങനെ ഓവർ സ്ട്രെച്ച് ആകുക, വലിഞ്ഞു പോവുക, അല്ലെങ്കിൽ അതിന് ഇറിറ്റേഷൻ, പൊള്ളിച്ചതുപോലെ ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുതികാലിൽ വേദന തുടങ്ങും. ഇത് കളിക്കാർക്ക് മാത്രമല്ല, നമ്മുടെ അടുക്കളയിലെ കളിക്കാരികൾക്കും കിട്ടുന്നൊരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം ഒരു സ്പർ ഉണ്ടെന്ന് കേട്ടോ, ഹീൽ സ്പർ. ഇതുകൊണ്ടാണ് വേദന എന്നാണ് പലരും വിചാരിക്കും. ഇതിങ്ങനെ പൊന്തി നിൽക്കുകയാണല്ലോ, പക്ഷേ വേദന അതുകൊണ്ടല്ല. ഈ പ്ലാന്റാർ ഫാസിയ കൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത്. നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ഒരു സർജറി ഇല്ലാതെ തന്നെ ഇത് ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ്. നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ഒരു സർജറി ഇല്ലാതെ തന്നെ ഇത് ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഞാൻ പറയാം. ഓക്കെ, ഒന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് വെയർ ഉപയോഗിക്കാം. MCR ചപ്പലുകളൊക്കെ ഉണ്ടല്ലോ, ഹീൽ പാഡ് ഉപയോഗിക്കാം. ബെയർ ഫൂട്ട് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചെരുപ്പിടാതെ നടക്കുന്നത് ഒഴിവാക്കുക. ജെൻറ്റിലായിട്ടുള്ള ചില സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്യുക. പിന്നെ വേണ്ടത് പേഷ്യൻസാണ്, ക്ഷമ വേണം.